ഹലോ, നമുക്കിന്ന് സോയാബീൻ വെച്ചൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മളിവിടെ സോയാബീൻ കറി എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് വേണേലും വിളിക്കാം. ലാസ്റ്റ് ഏത് രൂപത്തിലാണോ ആയി വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സോയാബീൻ കറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാത്രം വെച്ചിട്ട് ചതച്ച വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ചധികം വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഞങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമാണ്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 3 വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ഇത് 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത്. സവാളയും ഉള്ളി ഒന്നല്ലേ, സവാളയും തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 3 തക്കാളിക്ക് 3 ഉള്ളിക്ക് 1 സവാളയാണ് എടുത്തേക്കുന്നത്. എന്താണെന്നറിയില്ല, ഇന്ന് മൊത്തം ഉൾട്ടയായിട്ടാണ് വരുന്നത്. അപ്പോൾ സവാളയും തക്കാളിയും കൂടി ഉപ്പിട്ടിട്ട് ഞാൻ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ വഴറ്റുന്നില്ല. അതായത് നമ്മൾ ചിക്കൻ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഉണ്ടാക്കുന്ന അത്ര വഴറ്റിയിട്ട് ഞാനിവിടെ എടുക്കുന്നില്ല. ഒരു മീഡിയം നമുക്ക് അത്രയേ വേണ്ടൂ. പിന്നെ നമ്മൾ സോയാബീൻ ഇട്ടതിന് ശേഷം നന്നായി പിന്നെ ഇത് വേവുന്നുണ്ട്, അപ്പോൾ നമുക്ക് അത്രയേ വേണ്ടൂ. അപ്പോൾ നന്നായി അത് അടച്ച് വെക്കാതെ തന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഡിഷിലും ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. അതെന്താണെന്നറിയില്ല, ഞാൻ പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളായ കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗരം മസാല. ഇത്രയാണ് പൊടികളായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പൊടികൾ ആഡ് ചെയ്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ സ്ക്വീസ് ചെയ്ത് വെച്ച സോയാബീൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സോയാബീൻ ഞാൻ വെള്ളത്തിൽ പൊതിർത്ത് വെച്ച് നന്നായി അത് പിഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പിഴിഞ്ഞ് വെച്ച സോയാബീനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതായത് സോയാബീനെ ഈ മസാലയിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് സോയാബീൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി വേവാൻ ആവശ്യമായ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 2 ചെറിയ ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് മൊത്തത്തിൽ നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. അതായത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം വെള്ളം ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടൈറ്റായിട്ട് മതി. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ചെറിയ ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് ഉരുളക്കിഴങ്ങിനെ നമ്മൾ നന്നായി വേവിച്ചതൊന്ന് ഉടച്ച് എടുക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഞാനതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് മൂടി തുറന്നിട്ട്. ആ സമയം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ. എന്നിട്ടിതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീടൊരു വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് അത്ര മതി. അതായത് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും ഗ്രേവി വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈറ്റ് ആക്കാം. ഞങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി വേണമെന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.